ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻസർ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിയോ എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടു ഗൈസ്. എത്ര നാൾ വെയിറ്റ് ചെയ്ത് കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പടം കണ്ടതെന്ന് അറിയും. അത്രയ്ക്ക് ഇങ്ങനെ ദെപ്പറക്ക് ആ ഒരു ഫീലും പിന്നെ കണ്ടമാനം പോസ്റ്റേഴ്സും പിന്നെ ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് പിന്നെ ട്രെയിലർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അത്ര വെയിറ്റ് ചെയ്ത് എനിക്ക് ട്രെയിലറിനെക്കാട്ടും മൂവി അടിപൊളിയായിട്ട് തോന്നിട്ടോ. അത്രയ്ക്ക് വെയിറ്റ് ചെയ്തൊന്ന് കണ്ടതാണ്. ഞാൻ എന്താണ് ഈ പടത്തിൽ നിന്ന് ലൈക്ക് എനിക്ക് എന്ത് കിട്ടും എന്നാണ് ഞാൻ ഇങ്ങനെ നമ്മളൊരു ഇന്നത് സംഭവം നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച പോലെ അതെനിക്ക് വൃത്തിക്ക് കിട്ടി. എനിക്ക് വേണ്ടത് ഇങ്ങനെ കട്ടയ്ക്ക് വിസിൽ വിളിച്ച് ഇങ്ങനെ ആർപ്പ് വിളിച്ച് മറ്റേ കടലാസൊക്കെ എറിഞ്ഞ് പൊ അങ്ങനെ കട്ടയ്ക്ക് നിന്നിട്ട് ഈ ഒരു പടം കാണണമെന്നുണ്ടായിരുന്നു. അതെനിക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റി. ഈവൻ എനിക്ക് ത്രോട്ട് പെയിനൊക്കെ ഉണ്ട്, ചുമയൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ ആ ടൈമിലുണ്ടല്ലോ ഇതൊന്നും ഓർക്കുന്നില്ല. ഫുള്ള് വിസിൽ വിളിയും വേറെ ലെവല് വൈബായിരുന്നു അളിയാ, വേറെ ലെവൽ. അത്രയ്ക്ക് കിട്ടുന്ന സീൻസൊക്കെ എനിക്ക് പേഴ്സണലി ഇതിൽ കുറേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവൻ അടിപൊളി സീൻസ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊരു എന്താ പറയുക, സൈൻകോ ഗ്രാഫ് പോലെയാണ്. ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ കൂട്ടാൻ അടിപൊളിയാവും, പിന്നെ ഇങ്ങനെ ബാഡാവും, പിന്നെ ഭയങ്കര കിട്ടില്ലേ, പിന്നെ ബാഡാവും, പിന്നെ ഇൻ്റർവെൽ ഇങ്ങനെ വേറെ 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 ലെവൽ അളിയാ, പിന്നെ കുറച്ചൊരു നോർമൽ, പിന്നെ ഇത് ഇതെന്തിനാണ് ചെങ്ങായിക്കിത് പ്രാന്ത് അങ്ങനെയൊക്കെ തോന്നും. പിന്നെ എൻഡിൽ വേറെ ലെവലാക്കും. ആ ഒരു സംഭവമാണ്. ലൈക്ക് പെട്ടെന്നൊരു എൻഡിൽ നമ്മൾ ഇറങ്ങി പോരുമ്പോൾ ഭയങ്കര കിടലും ഫീലായിരിക്കും. കാരണം ആ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറെ ലെവലാണ്. പിന്നെ ലൈക്ക് ഞാനിത് സ്പോയിലേഴ്സ് ഒന്നും ആയിരിക്കും പറയരുത്, എന്നിരുന്നാൽ പോലും ഈ ഒരു സംഭവം എന്തായാലും അറിയണം. നിങ്ങൾ മുന്നേ വന്ന ലോകേഷിൻ്റെ 2 പടങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. കാരണം ഇതിൽ കുറേ റെഫറൻസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ റെഫറൻസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ എണീറ്റ് നിൽക്കളിയാ മോനെ പൊട്ടാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, ഇങ്ങനെ ഭയങ്കരമായിട്ട് എണീറ്റ് നിൽക്കുമായിരുന്നു രോമാഞ്ചം. എൻ്റെ മോനെ ഞാൻ വിസിൽ വിളിച്ച് ആ സീനൊക്കെ റെഫറൻസ് ഓരോ ടൈമിൽ കാണിക്കുമ്പോൾ എപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ഭയങ്കര അടിപൊളി സീനായിരുന്നു. അത് ലോകേഷിൻ്റെ കിടിലൻ കഴിവ് തന്നെയാണ്. പിന്നെ വിജയിൻ്റെ കുറേ കിടിലൻ മാസ് സീൻസൊക്കെ ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. ഓ ബാബാസ് ബാഡാസ് ലിയോ, ഭയങ്കര കിടിലൻ സാധനങ്ങളുണ്ട്. പക്ഷേ വിജയിൻ്റെ ചില സീൻസൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുക്കുന്ന മാതിരി എനിക്ക് തോന്നി. അത് എന്താ അറിയില്ല, എനിക്കങ്ങോട്ട് ഒരു സെറ്റായില്ല. ഇതിൽ എന്താ പറയുക, ലിയോ ലൈക്ക് വിജയ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് വ്യത്യസ്തമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല, സാധാ വിജയ് തന്നെ. പിന്നെ തൃശ്യമായിട്ട് വരുന്ന ഒരു സീനുണ്ട്, എന്തോ എനിക്ക് ആ ഒരു സീൻ എന്തൊക്കെയോ എവിടേക്കോ ഭയങ്കര ബാഡായിട്ട് തോന്നി. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും. എനിക്കെന്തോ തൃശ്യേൻ്റെ അടുത്ത് അങ്ങോട്ട് വിജയ്ക്ക് എത്താൻ പറ്റാത്ത മാതിരി ആ ഒരു ഇമോഷൻ സീനിൽ എനിക്ക് ചിരിയാണ് വന്നത് പെട്ടെന്ന്. ഞാൻ എൻ്റെ അഭിപ്രായമാണ്, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എനിക്ക് പെട്ടെന്ന് എന്തോ ചിരിയാണ് വന്നത്. പക്ഷേ ഉണ്ടല്ലോ വിജയൻ്റെ മാസ് സീന് അതള്ളിയ വേറെ ലെവൽ. ഈ മാസിൻ്റെ കാര്യത്തിൽ പിന്നെ ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ ലെവൽ, ഭയങ്കര അടിപൊളിയാണ്. നമ്മളിങ്ങനെ വിസിൽ വിളിച്ച് പോകും, അങ്ങനത്തെ കുറേ സീനുണ്ട്. പിന്നെ തൃഷ എൻ്റെ ഒരു ഇത് വയ്യ, ആ ഭൂപതി അടിപൊളി. പിന്നെ മക്കൾ 2ആളുമായിട്ട് അഭിനയിച്ച ആ ചെറിയ കുട്ടി എന്താ അഭിനയിക്കുക, മലയാളി അടിപൊളിയാണ്. പക്ഷെ ആ ചെറിയ കുട്ടിയില്ലേ, ഞാൻ വിചാരിച്ചില്ല, ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ആടാ ഭയങ്കര അടിപൊളി, കുഞ്ഞു മോളാ, പക്ഷെ എന്ത് രസാ. പിന്നെ വരുന്ന മറ്റേ അർജുനും പിന്നെ ആയിരുന്നു സഞ്ജയിൻ്റെ ഭാഗങ്ങളൊക്കെ അഭിനയിച്ച ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ അർജുൻ എന്തോ ആൾ അടിപൊളിയായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഒരു കിടിലായിട്ട് ആ ക്യാരക്ടർ എന്താ പറയുക അടിപൊളിയാണ്. പക്ഷേ ഒരു സ്ക്രീനിൽ കുറച്ചിങ്ങനെ അടിപൊളി സീൻസ് ഇല്ലാത്ത പോലെ കുറച്ചും കൂടി കിടിലൻ സീൻസ് ഉണ്ടാവാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ആ ക്യാരക്ടറൊക്കെ വരുമ്പോൾ ഭയങ്കര തിയേറ്ററിലൊന്നും ഇങ്ങനെ കേൾക്കുന്നില്ല. ഞാൻ അനിരുദ്ധിനോട് എനിക്ക് പാവം തോന്നുക, കാരണം ഒന്നും കേൾക്കുന്നില്ല അളിയ, ഫുള്ള് ഇങ്ങനെ ആർപ്പ് വിളി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ തന്നെ വിളിച്ചിട്ട് എനിക്ക് തന്നെ ഫുള്ള് നമ്മളെ ചുറ്റിൽ ഫുള്ള് ഇതായതുകൊണ്ട് അപ്പം എനിക്ക് അനിരുദ്ധിൻ്റെ അങ്ങോട്ട് എന്താ പറയുക പറയാൻ പറ്റുന്നില്ല. ആ സീനിലൊക്കെ അനിരുദ്ധ് അവിടെ ഉണ്ടായിരുന്നത് തന്നെ ഉള്ളത് മറന്നുപോയി. അത് വിജയിൻ്റെ ചില കിടലൻ സീനിലാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ആർപ്പ് വിളിച്ചിട്ട് ആ BGM അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയിന്ന് അങ്ങനത്തെ എന്തോ ഒരു ഫീല് തോന്നി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹൈനേൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കാർ ചേസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ട്രെയിലറിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും.
അതത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കുറച്ചൊരു ബോറായിട്ട് തോന്നി. പിന്നെ നൈറ്റിൽ അങ്ങനെ ഒരു കാർ ചേസ് വെക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല അത്യാവശ്യം പണിയുള്ള ഒരു കാര്യമാണ്. സോ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഞാനൊരു എൻ എഫ് എസിൻ്റെ മറ്റേ സ്റ്റോറി മോഡൊക്കെ ഉണ്ടാവില്ലേ, എൻ എഫ് എസിൻ്റെ ഒരു സ്റ്റോറി കാണിക്കുന്ന സീനും ആ ഒരു സീനൊക്കെ കാണിക്കുന്ന പോലെയും നമുക്കിങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് തോന്നിപ്പോയി. പിന്നെ ഓവറോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പൈസ മുതലാണ്. എനിക്ക് ഓക്കെ, എനിക്ക് പൈസ മുതലാണ്. സോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒ ടി ടി ഇറങ്ങിയിട്ട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആ തിയേറ്ററിൻ്റെ ആ ഒരു ഫീല് തോന്നണം. പിന്നെ മാത്രമല്ല സ്പോയിലേഴ്സ് കണ്ടമാനം വരുന്നുണ്ട്. ഞാൻ തന്നെ ഇതിലൊരു സാധനം ഞാൻ അറിയാണ്ട് പണ്ടടങ്ങ എക്സ് നോക്കിയിട്ട് അതിലുണ്ട് ആരോ ഒന്ന് ഒരു സീൻ അങ്ങോട്ട് ഇട്ടിക്കണം. ഇവർക്കൊക്കെ എന്തിൻ്റെ പണിയാ? നിങ്ങളൊന്നും ഇങ്ങനെ ഇടരുതിട്ടോ. അടിപൊളി ആ ഒരു സീനൊക്കെ ഭയങ്കര ഫീല് തോന്നിക്കുന്ന സീനാണ്. ഞാനിത് അറിയാണ്ട് കണ്ടോ ഇഷ്ട ഒരിക്കലും സ്പോയിലർ കാണാണ്ടിരിക്കുക. പെട്ടെന്ന് പോയി കഴിയുന്നതും പെട്ടെന്ന് പോയി കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർ. കാരണം ആ സീനൊക്കെ നമുക്ക് വേറെ ഫീലാണ് തോന്നുക, ഭയങ്കര കിട്ടിയ ഫീലാണ് തോന്നുക. അത് അങ്ങോട്ട് ഇല്ലാണ്ടായപ്പോൾ എനിക്ക് കുറേ സീൻസ് സങ്കടമായ കളിയാ. പിന്നെ ഇപ്പം എന്തെനിക്ക് പറയാനുള്ളത് ഓവറും ഇത്ര തന്നെ. എനിക്കിതേ പറയാനുള്ളൂ, വേറൊന്നും എനിക്ക് തലയിലേക്ക് വരുന്നില്ല. പിന്നെ ചില സീൻസൊക്കെ ഞാൻ ഇമോഷണലി ഞാൻ പറഞ്ഞല്ലോ വിജയിൻ്റെ സീനൊക്കെ ഞാൻ ചിലപ്പോൾ ചിരിച്ചു പോയിട്ടുണ്ട് ചില സീൻസൊക്കെ, അതെനിക്ക് തോന്നുന്നു. പക്ഷേ പുറമെ ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ ജസ്റ്റ് 3-4 റിവ്യൂ ഒക്കെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടു. അവരൊക്കെ അതിനെക്കുറിച്ച് നല്ലതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളെയും അഭിപ്രായങ്ങൾ നല്ല വ്യത്യാസം ഉണ്ടാവും, ഭയങ്കര വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഈ ഒരു പറഞ്ഞതിന് ഭയങ്കരമായിട്ട് എതിർക്കുന്നവരുണ്ടാവും. സോ എന്തായാലും നിങ്ങളെ റിവ്യൂ, നിങ്ങളെ അഭിപ്രായം എന്താണ് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട്, എന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ പടത്തിന് റിവ്യൂ വേണോ? എന്തായാലും എല്ലാവരും പോയി കാണും, അത്രയ്ക്ക് ഭയങ്കര ഹൈപ്പുള്ള പടമാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കിട്ടുന്ന സപ്പോർട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.